അല്പനിമിഷങ്ങൾക്കകം കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം ചില വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തുടർച്ചയായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച യോഗം ഇന്നാണ്. ഇന്നത്തെ യോഗത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. മിക്ക മെഡിക്കൽ കോളേജുകളെക്കുറിച്ചും പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ വകുപ്പ് മേധാവികളും മെഡിക്കൽ കോളേജ് അധികൃതരും പങ്കെടുക്കുമെന്നറിയുന്നു. ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ വകുപ്പിന് തലവേദനയാകുന്ന വിധത്തിൽ മെഡിക്കൽ കോളേജുകൾക്കെതിരെ പരാതി ഉണ്ടാകുന്നു. വിരൽ മാറി നാവ് ശസ്ത്രക്രിയ ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു. ഇതുപോലെ സമാനമായാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെയും പരാതി ഉയർന്നത്. അതുകൊണ്ട് ഈ പരാതി ഉയർന്ന 2 മെഡിക്കൽ കോളേജിലെയും അധികൃതരെയാണ് ഒരു ഉന്നതതല യോഗത്തിന് വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം ചേരുന്നത്. യോഗത്തിന് മുൻപ് കൃത്യമായി ഔദ്യോഗിക നോട്ടീസ് നൽകി തയ്യാറെടുപ്പുകളോടുകൂടി വരാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളൊക്കെയാണ് ഇപ്പോൾ പ്രിൻസിപ്പളുടെ ചാർജ്, ഡോക്ടർ അരുൺ, അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും പങ്കെടുക്കുന്നു. 2 മെഡിക്കൽ കോളേജുകൾക്കെതിരെ രൂക്ഷമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അതിന് കൃത്യമായൊരു സർക്കാർ ഇടപെടൽ, സർക്കാർ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിലൊരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള നടപടിയാണ്, ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടാതെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഈ യോഗത്തിൽ പങ്കെടുക്കും. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ ഉൾപ്പെടെയുള്ളവർ, ഈ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെഡിക്കൽ കോളേജുകളുടെ വിശ്വാസ്യത തകരാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം തന്നെയായിരിക്കും. കാരണം വ്യാപകമായി ഇത്തരം പരാതികൾ വരുമ്പോൾ അത് സ്വകാര്യ ആശുപത്രികൾക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും വലിയ രീതിയിലുള്ള അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാകും. ഇത് തടയുക എന്നുള്ള നിലയിൽ തന്നെയാണ് ഒരു അടിയന്തര ഇടപെടൽ എന്നുള്ള നിലയിൽ ആരോഗ്യമന്ത്രി ഒരു യോഗം, നിർണായകമായ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. എസ്. താങ്ക് യു ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.